അച്ഛൻ ചോദിക്കും സച്ചി പോയോ മോളെ എന്ന് ചോദിക്കും. രേവതി പറയും ആ സച്ചിട്ടൻ പോയി എന്ന് പറയും. അച്ഛൻ പറയും അവൻ പറയുന്നൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയും. രേവതി പറയും ഇല്ല, കല്യാണം കഴിഞ്ഞത് ഓർമ്മയില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, അതാ എനിക്ക് ദേഷ്യം വന്നതെന്നൊക്കെ പറയും. അപ്പോൾ രേവതിയുടെ അമ്മ വരും അങ്ങോട്ടേക്ക്. രേവതിയുടെ അമ്മ അവിടെ ഇരിക്കാൻ വരുമ്പോഴത്തേക്കും ചന്ദ്രമതി അങ്ങോട്ട് വരും. ചന്ദ്രമതി രേവതിയോട് പറയും ഒരു കോഫി എടുത്തുകൊണ്ട് പോകാമെന്ന് പറയും. അപ്പോൾ രേവതിയുടെ അമ്മ പറയും അയ്യോ എനിക്ക് കോഫിയൊന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയും. നിനക്കല്ല, എനിക്ക് കോഫി എടുത്ത് വരാനാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും. ചന്ദ്രമതി ചോദിക്കും എന്തിനാ ഇപ്പോൾ വന്നത് ചോദിക്കും. അപ്പോൾ രേവതിയുടെ അമ്മ പറയും നാളെ സച്ചിയുടെയും രേവതിയുടെയും വിവാഹ നാളല്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ട് സച്ചിയുടെ അമ്മ എന്തൊക്കെയോ പറയാണ്. ഇദ്ദേഹം ഓടിച്ച KSRTC തട്ടി നിൻ്റെ കെട്ടിയോ മരിച്ചു, നിൻ്റെ മോളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു, അങ്ങനെ ഞങ്ങളുടെ ഓരോ കഷ്ടകാലം തുടങ്ങിയെന്ന്. അച്ഛൻ പറയും നീ ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കുക, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ലക്ഷ്മിയെ രേവതിയെ ഒന്ന് സങ്കടപ്പെടുത്തരുതെന്ന് പറയും. അച്ഛൻ പറയും കല്യാണം കഴിഞ്ഞാൽ ചിലരുടെ ജീവിതം മാറുമെന്നൊക്കെ പറയാറുണ്ട്, രേവതി മോള് സച്ചിയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ സച്ചി ആകെ മാറിയെന്ന് പറയും. ഇത് കേട്ട് രേവതിയുടെ അമ്മയ്ക്കും സന്തോഷമാവും. അമ്മ പറയും ദൈവാനുഗ്രഹമുള്ള ആളാണ് എൻ്റെ മകള്, അതുകൊണ്ടാണല്ലോ സച്ചി അവൾക്ക് കിട്ടിയത്. ഇത് കേട്ട് അമ്മ പറയും സുധി അവളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവളുടെ ജീവിതം കട്ടപ്പുക ആയനെന്നല്ലേ നീ പറയാതെ പറഞ്ഞത്. രേവതിയുടെ അമ്മ പറയും സച്ചി രേവതിയെ നന്നായിട്ട് നോക്കുന്നുണ്ട്, രണ്ടുപേരുടെയും ഒത്തൊരുമയും സ്നേഹമൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്, ഒരമ്മയ്ക്ക് ഇതിൽ പരം എന്ത് വേണം. രേവതിയുടെ അമ്മ പറയും മോളെ നീ ചെന്നൊരു തട്ടെടുത്തുകൊണ്ട് പോകാമെന്ന് പറയും. ഇത് കേട്ട് അവിടുത്തെ അമ്മ വയ്ക്കും എന്താ 50 പവനോ സ്വർണ്ണവും ഡയമണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ മകൾക്കും മരുമകനും കൊടുക്കാൻ. ഇത് കേട്ട് അച്ഛൻ ചോദിക്കും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതൊക്കെ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ, ഒരു ഷർട്ടിൻ്റെ തുണി എങ്ങാനും കൊണ്ടുവന്നിട്ടുണ്ടോ, എന്നിട്ട് അവൾ കിടന്ന് വിളമ്പുക എന്നൊക്കെ പറയും അച്ഛൻ. എന്നിട്ട് രേവതിയുടെ അമ്മ ആ പാത്രത്തിലേക്ക് കുറേ പലഹാരങ്ങളൊക്കെ വയ്ക്കും. ആ സമയത്ത് ശ്രീകാന്തും വർഷയും കൂടി അങ്ങോട്ട് കയറി വരും. വർഷ ചോദിക്കും രേവതി ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് വന്നതായിരിക്കില്ല എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറയും അതേന്ന് പറയും. അപ്പോൾ വർഷ ചോദിക്കും ആൻറ്റി അന്ന് കൊണ്ടുവന്നില്ലേ അച്ചപ്പോ അരിമുറുക്കൊക്കെ, അതൊക്കെ ഇന്നും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അമ്മ പറയാ കൊണ്ടുവന്നിട്ടുണ്ട് മോള് വാന്ന് പറയും. എന്നിട്ട് അതിലൊരു പാക്ക് എടുത്ത് വർഷയ്ക്ക് കൊടുക്കും. അപ്പോൾ അവിടുത്തെ അമ്മ വർഷയെന്ന് വിളിച്ചിട്ട് പറയും അതൊക്കെ മോശം എണ്ണയിലേക്ക് ഉണ്ടാക്കിയത്, അതൊന്നും കഴിക്കണ്ടെന്ന് പറയും. പക്ഷേ വർഷ അതൊന്നും മൈൻഡ് ചെയ്യാതെ വർഷ എടുത്ത് കഴിക്കും. എന്നിട്ട് രുചിച്ചിട്ട് പറയും സൂപ്പർ, പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലതേ ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്നത് കഴിക്കുന്നതാണെന്ന് പറയും. ഇതേ കഴിച്ചു നോക്കുന്ന പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ വായിൽ വന്നിട്ട് കൊടുക്കും. ശ്രീകാന്തും പറയും സൂപ്പർന്ന്. അത് വാങ്ങിക്കാൻ വേണ്ടി രവിയെയും ചന്ദ്രികയും വിളിക്കും. പക്ഷേ ചന്ദ്രിക എണീക്കില്ല. അപ്പോൾ അച്ഛൻ പറയും നിന്നെ നീ എണീപ്പിക്കാൻ ക്രെയിൻ കൊണ്ടുവരണമെന്ന് നോക്കും. നിവൃത്തിയോടുകൊണ്ട് ചന്ദ്രിക എണീക്കും. എന്നിട്ട് രണ്ടുപേരും കൂടി അത് വാങ്ങും. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് സച്ചിയും വരികയാണ്. സച്ചി അമ്മയെ കണ്ടു വയ്ക്കും ആ ഇതാരാ അമ്മയോ. രേവതിയോട് വയ്ക്കും അമ്മ വരുന്ന വിവരം നീ എന്താ എന്നോട് പറയുന്നത്, പറഞ്ഞിരുന്നേ ഞാൻ പോയില്ലായിരുന്നല്ലോ. രേവതി പറയും ഞാൻ പോലും അറിഞ്ഞിട്ടില്ലാന്ന്. സച്ചി പറയും ഇതൊക്കെ എന്തിനാ അമ്മയെ കൊണ്ടുവന്നത്, ഇതൊക്കെ അനാവശ്യ ചിലവാണെന്ന് പറയും. ശ്രീകാന്ത് പറയും ഒരു അനാവശ്യ ചിലവില്ല, കണ്ടില്ലേ വർഷം കഴിക്കുന്നതെന്ന് പറയും. അവർക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സും കൂടെ കൊടുക്കും അമ്മ. ഇത് കണ്ട് സച്ചിയുടെ അമ്മ അവരെ കളിയാക്കിയിട്ട് സുധിയോട് ഇങ്ങനെ പറയണം ഓരോന്ന്. സച്ചി പിന്നെയും ചോദിക്കും എന്തിനാ ഇങ്ങനെ പൈസയൊക്കെ ചിലവാക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ രേവതിയുടെ അമ്മ പറയും ഓരോ മുറകളൊക്കെ ഇല്ലേ എന്ന് ചോദിക്കും. സച്ചി പറയും ഞാൻ നിങ്ങളെയൊക്കെ എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് കാണുന്നതെന്ന് പറയും. ഇത് കേട്ട് സച്ചിയുടെ അമ്മ ഇങ്ങനെ സച്ചിയെ നോക്കും. ഇത് കഴിഞ്ഞ് ശ്രുതിയോട് രേവതിയുടെ അമ്മ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ ജയിലിലായ കാര്യം കൂടി രേവതിയുടെ അമ്മ പറയും. എന്നിട്ട് ഒരു ക്ഷേത്രമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയുമ്പോൾ ശ്രുതി അതിനെ കളിയാക്കും. സച്ചിയുടെ അമ്മയും എന്തോ പറയും. രേവതി വരും ശ്രുതിക്ക് നല്ലത് നടക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് പറയും. സച്ചിയുടെ അമ്മ ഓരോന്ന് പറഞ്ഞിങ്ങനെ ശ്രുതിയുടെ അമ്മയെ അപമാനിക്കും. ഇതൊക്കെ കണ്ട് വിഷമമായിട്ട് രേവതി അമ്മയെ വേഗം അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. ഇറങ്ങാൻ നേരത്തെ സച്ചി വയ്ക്കും എന്താ അമ്മയെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കും. അമ്മ പറയും ഒന്നുമില്ല എന്ന് പറയും. രേവതിയോടും ചോദിക്കുമ്പോൾ രേവതിയും എന്തോ പറഞ്ഞ് ഒഴിഞ്ഞാളെ. സച്ചിക്ക് എന്തോ ഒരു സംശയം തോന്നും. സച്ചിയുടെ അമ്മ വന്ന് രേവതിയോട് പറയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്താരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. രേവതി പറയും പുറത്താരോടും അല്ലല്ലോ എൻ്റെ അമ്മയോടല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും. സച്ചിയുടെ അമ്മ പറയും നിൻ്റെ അമ്മ ഞങ്ങൾക്ക് പുറത്തുള്ള ആൾ തന്നെയെന്ന് പറയും. പിന്നെയും സച്ചിയുടെ അമ്മ രേവതിയുടെ അമ്മയെ ഇങ്ങനെ താഴ്ത്തി കെട്ടി സംസാരിക്കും. ശ്രുതി ഇങ്ങനെ ഓരോന്ന് രേവതിയോട് പറയും. രാത്രി സച്ചി മോളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ രേവതി ഷർട്ടും കൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് സച്ചിക്ക് കൊടുക്കും. സച്ചി പറയാം നല്ല ഷർട്ടാണല്ലോ. രേവതി വീട്ടിൽ പോകേണ്ട കാര്യം പറയുമ്പോൾ സച്ചി പറയും അവിടെ വന്നാൽ കാണണ്ടെന്ന് വിചാരിക്കുന്നവരൊക്കെ കാണേണ്ടി വരും എന്ന് പറയും. രേവതിക്കും എൻ്റെ അനിയനല്ലേ ഉദ്ദേശിച്ചെന്ന് ചോദിക്കും. എത്ര നാൾ നിങ്ങളിങ്ങനെ മിണ്ടാതെ പിണങ്ങി നിൽക്കും, നടന്നു അതൊക്കെ മറക്കണം, പഴയതുപോലെ ആവണം രണ്ടുപേരും. പിന്നെ അവർ തമ്മിൽ അനിയനെ പറ്റിയുള്ള ചർച്ചകളാവും. രേവതി പറയും അവൻ നന്നായിട്ട് പഠിച്ച് പാസ്സാവും, നല്ലൊരു ജോലിയും നേടും, സച്ചിയേട്ടൻ കണ്ടോ എന്ന് പറയും. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പെരുമാറുമ്പോൾ എനിക്ക് നല്ല വിഷമമാവുന്നുണ്ട്, അവൻ ചെറിയ പയ്യനല്ലേ, അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, ക്ഷമിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. രേവതി അത് പറഞ്ഞ് തിരിഞ്ഞു കിടക്കുമ്പോൾ അവിടെ ഒളിഞ്ഞു നിന്നിരുന്ന അമ്മയെ കാണും. അമ്മ ഒരു പേടിയോടെ അവിടെ നിൽക്കും. അപ്പോൾ രേവതി പറയും പേടിക്കണ്ട, ഞാൻ സച്ചിയേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് എല്ലാത്തിനും മുഖ്യം ഇവിടുത്തെ സമാധാനമാണെന്ന് പറയും. അമ്മേൻ്റെ കുടുംബത്തെ കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഞാൻ ഈ കുടുംബത്തെ കാണുന്നത് ബഹുമാനത്തോടെയാണ്. ഞാൻ കാരണം ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല, ആ ഭയം അമ്മയ്ക്ക് വേണ്ട. അതും പറഞ്ഞ് രേവതി താഴോട്ട് പോകും. അമ്മ ഇതൊക്കെ കേട്ട് രേവതി പോകുന്നു നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്.